പണ്ട് മമ്മൂട്ടീൻ്റെയും പത്മരാജൻ്റെയും ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമേൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആ കാലത്ത് ആ സിനിമ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും മമ്മൂട്ടി, അശോകൻ, നെടുമുടി വേണു, അങ്ങനെ 2-3 ആൾക്കാർ എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ശാലയിലേക്കാണ് പോകുന്നത്. അതന്നെയായിരുന്നു ചട്ടപ്പട്ടും ടൊണ്ടവും ആ ശാലയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് എന്ന് പറയുന്ന അവരുടെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ സ്പാ എന്ന് പറയുന്ന പേരിൽ കുറേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ മുളച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് എന്ന് പറഞ്ഞാൽ സ്പായാണ്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കും. അതായത് ഇവരൊക്കെ പുറമേ പറയുന്നത് എന്താ, ഈ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്ന നമ്മൾ ഇതാണ് മസാജിങ് മറ്റേ ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത് ഈ ചുവന്ന തെരുവിൽ കാണിക്കുന്ന പോലെ തന്നെയാണ്. അവിടെ ചുവന്ന തെരുവിൽ കാണിക്കുന്നത്, ചില ആൾക്കാർ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കാണിക്കുന്നത് അത് തന്നെയാണ് മിക്ക സ്പായിലും കാണിക്കുന്നത്. അവിടെ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോകുന്നത്. ഇപ്പോൾ ഈ സ്പായിലാണ് കയറിയിട്ടെങ്കിൽ ഇവിടെ പോയത് സ്പായിൽ പോയതാണെന്ന് പറയാം. അതിന് നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താ, സാധാരണക്കാരനെ സംബന്ധിച്ച് എന്തുവാണ് ഈ സ്പാ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അറിയാത്തവനോട് ഇവിടെ ഈ സ്പാ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെയടേ എനിക്കറിയില്ലടേ, തിരുമില്ലേ, ആ തിരുമിനാണ് സ്പാ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ? അത് ശരി. അവിടെ ആണുങ്ങൾ പെണ്ണുങ്ങളും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ആൾക്കാർ അതൊക്കെയാണ്. അതായത് ആണുങ്ങളെ തിരുമുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളെ തിരുമുന്ന പെണ്ണുങ്ങളുമാണ്. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മക്കൾ, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ വ്യഭിചാരം തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. നമ്മളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തെറാപ്പിയാണ് നടക്കുന്നത്. പിന്നെ തെറാപ്പി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്പായിൽ പോക്കല്ലേ, ആരാ പോകുന്നത്? അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമെന്ന്. യുദ്ധം പറയൊന്നുമല്ല, നമ്മുടെ പുതിയ മേയർ വന്നിട്ടുണ്ടല്ലോ, അതായത് രാജേഷ്. ഈ രാജേഷ് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ സ്പായ്ക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്പാ പൂട്ടിയെന്നോ, അത് ഇയാളുടെ നേതാവിൻ്റെ തന്നെയാണ് സ്പാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ ഒന്ന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൈയടിക്കുകയാണ് വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിപ്പോഴും എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. പെരുമ്പാവൂരിൽ ഇന്നർക്ക് കണ്ടില്ല, കണക്ക് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രോഗികൾ എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയെന്ന്. ഏടാ പെരുമ്പാവൂരിലാവുമല്ലോ ഏറ്റവും കൂടുതൽ മറ്റേ രോഗികളുള്ളത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഇതങ്ങ് വ്യാപിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മലയാളികളും എല്ലാവരും എന്ന് പറഞ്ഞാൽ ബംഗാളികളെ കൂടെ തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അവിടെ പോയിട്ട് പെരുമ്പാവൂരിൽ പോയിട്ട് നമ്മളൊരു 10 മിനിറ്റ് നിന്നാൽ മതി. അവിടെ എത്ര മലയാളികളുണ്ട്, എത്ര ബംഗാളികളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യക്കാർ ബംഗാളികളാണെങ്കിലും കൊടുക്കുന്നവർ മുഴുവൻ മലയാളികളാണ്. അതും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ മറ്റേ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക, ഭീകരം തന്നെയാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടും, എന്തും ഇതാക്കാം. കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ പണ്ട് കൊച്ചി കണ്ടവന് അച്ചി വേണ്ടാന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും എന്ന് പറയുന്ന പോലെയാണ്. കാരണം എന്താ, വലിയ വലിയ ഫ്ലാറ്റുകളിലും അവിടെയൊക്കെ എന്താ നടക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഡീസൻ്റായിട്ട് ഇപ്പോൾ സ്പാ എന്ന് പറയുന്ന 3 അക്ഷരവും വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും നടക്കുന്നത് ഇതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു പിന്നെ ഇതിൽ ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടതാണ്, ഏതൊരു സ്പായിലേക്ക് ഒരാൾ വിളിച്ചപ്പോൾ അവർ പറയുകയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള സ്പായും ഉണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിൽ ഒരു രോഗത്തിന് ചികിത്സിക്കുന്നത് പോലെയും വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉല്ലസിക്കാനും വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പലത് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. ഇന്ന പ്രായത്തിലുള്ളതെന്ന് വരെ പ്രായം വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ നടക്കുന്നതെന്ന് എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ പൈസയാണ്. ഈ പൈസേൻ്റെ മുകളിൽ ഇവരൊന്നും നോക്കൂല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പുളിക്കോടോടന്ന് ഒരുത്തം വന്നിട്ട് പറയുന്നത് എനിക്ക് തടയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാനുള്ള ആൾക്കാരുടെ റെഡിയാന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് പൈസയാണ്, നമ്മൾക്ക് വേണ്ടത് സുഖമാണ്. അത് കൊടുക്കാനും വേണിക്കാനും ഒക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മളെന്താ കരുതേണ്ടത്, അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് തന്നെ ആയിരിക്കുമായിരുന്നു. ഏതായാലും അതിനെതിരെ ഒരു മേയർ ഇങ്ങനൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൈയടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും കുറച്ച് ഒഴിഞ്ഞു പോട്ടെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവളത്തായി കഴിഞ്ഞാലും അവിടെയൊക്കെ ഇംഗ്ലീഷുകാരെയും മറ്റേവരെയൊക്കെ കണ്ടിട്ട് ഈ സ്പാ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സ്പാ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരില്ല. പക്ഷെ നടക്കുന്നത് എന്താണ്, അത് തന്നെ ഈ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ സംഭവിക്കുന്ന ആ സംഭവം തന്നെയാണ് നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാവരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും സ്പാ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്, വളരെ ഡീസൻ്റായ കാര്യമാണോ? 1 or 2 ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1 or 2 ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പണ്ടൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ മാനം പോവായിരുന്നു. നിങ്ങളൊരു 2000 ഒരു 1995, 2000, 2005 കാലഘട്ടത്തിലൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ്.
ഒരു സ്ത്രീ ബ്യൂട്ടി പാർലറാണ് പോയത് എന്നുണ്ടെങ്കിൽ അവരതാണ് അങ്ങനെയേ പറയുള്ളൂ. അതെന്തുകൊണ്ടാ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഈ ഒരു മേഖലയെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പാ എന്ന് പറയുന്ന നല്ല രീതിയിൽ നടന്നുകൊണ്ടുപോയിരിക്കുന്ന മസാജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഇന്ന് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെയുള്ള ഒരു സ്ഥലമാക്കി അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇത് കിട്ടും, അതുപോലെ മറ്റു പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും, അങ്ങനെ പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊരു കേന്ദ്രത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു റെയ്ഡും കാര്യങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മേഖലയെ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഈ പരിപാടിക്കാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതാരും പെട്ടെന്ന് അങ്ങ് നിർത്തുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ അത്രയും വാടകയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെ വന്നിട്ട് പിഴിഞ്ഞാലൊന്നും കിട്ടൂല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുള്ളവനെ തന്നെ പിഴിയണം. ആ പൈസയുള്ളവനാണെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ടും വരാനും തയ്യാറാണ്. അങ്ങനെയുള്ളവൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നല്ല ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്, അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളുണ്ട്. മലയാളികൾക്ക് മാർക്കറ്റ് വേറെയാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. ഇതെന്താ എനിക്ക് സംഭവം എന്നറിയില്ല കേട്ടോ. ചില ആൾക്കാർ നമ്മൾ ഈ മറ്റേ സീക്രട്ട് കോളൊക്കെ ചില ഇതിൻ്റെ അകത്ത് വരൂലേ, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നത് ഇത് വാക്കിതാണ്, മലയാളികൾക്ക് ചാർജ് കൂടുകയെന്ന്. ഇതെന്താ മലയാളികൾക്ക് എന്താ 916 സ്വർണ്ണം കയറ്റം വെച്ച് കിട്ടിയതാണോ? അതും എനിക്കറിയില്ലായിരുന്നു. മലയാളികൾക്ക് ഭയങ്കര മാർക്കറ്റ് ആവുമല്ലോ എവിടെ എത്തിക്കഴിഞ്ഞാലും. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഒരു നടപടി എടുത്തപ്പോൾ പല ആൾക്കാരും ആ ഒരു മനുഷ്യനെ, അതായത് അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നേതാവിനെ തന്നെയല്ലേ, ശരിയാണ്, അയാളുടെ നേതാവായാലും ശരി ആരായാലും ശരി, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം. അത് എവിടെയായാലും ശരി. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വളം വെച്ച് കൊടുക്കരുത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ വരും. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ സ്ഥാപനത്തിൽ റെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. റെയ്ഡ് വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണെന്ന് അറിയാം. ഇപ്പോഴും നിങ്ങൾ ഹോട്ടലിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്ഡ് വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളതൊന്നും കൊടുക്കില്ല. ഇപ്പോഴും തന്നെ മിക്ക ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ചോദ്യവും പറച്ചിലൊന്നുമില്ല, എല്ലാവർക്കും റൂം കൊടുക്കാം. അങ്ങനെ ഒരു ഇതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞവർ തിരിച്ചു വരുന്നത്. പണ്ട് എവിടെയാന്ന് പിന്നെ എന്താ പറയുക, എയർപോർട്ടിൽ പോയിട്ട് ട്രെയിൻ എന്താ പറയുക ഫ്ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി എന്നൊക്കെ പറഞ്ഞ് എല്ലാം റൂം എടുക്കും. അത് കഴിഞ്ഞ് ഇപ്പം ഒന്നും പറ്റേ, ഇപ്പം എല്ലാം നേരിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂട്ടിക്കെട്ടുക തന്നെ വേണം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ നടക്കാൻ കഴിയില്ല. അമ്മാതിരി തോന്നിയവാസികളായി പോകും മുഴുവൻ നടന്ന് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മുടെ നാട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ കൂതറകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലായി കഴിഞ്ഞാലും കൊച്ചിയിൽ അങ്ങോട്ട് കാല് കുത്താൻ കഴിയില്ല. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള കൂതറകളാണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാത്തിനെയും തുടച്ചു നീക്കുക തന്നെ വേണം. എന്നിട്ട് നമുക്ക് പേടി കൂടാതെ നടക്കാനുള്ളൊരു ഇതായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയമാണ്. 7 മണി കഴിഞ്ഞാൽ കൊച്ചിയിലൂടെയൊന്നും നടക്കൽ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.